നമ്മളെ കൂടെ വന്ന അനൂപ് എന്ന് പറഞ്ഞ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ കൊണ്ട് നടന്നിരുന്ന ഒരു കാറിൽ. അപ്പം ഞങ്ങൾ അവിടുത്തെ ബീച്ച് മീൻസ് ബീച്ചിൻ്റെ പ്രോപ്പർ ബീച്ചിൻ്റെ ഏരിയ അല്ല, പക്ഷേ അതിൻ്റെ ഇതൊരു സൈഡാണെന്ന് തോന്നുന്നു. അവിടുത്തെ കിങ്ങിൻ്റെ ഷിപ്പൊക്കെ നിർത്തിയിട്ട സ്ഥലം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പി ഒമാനിൽ പോയി. ഇതാണ് പി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് ഫിറ്റ്നസ് ഒമാൻ. അവിടെയും നമ്മളെ കാലിക്കറ്റ് പി സ്കൂൾ പോലെ തന്നെ നല്ല വൈബാട്ടോ ആൾക്കാരൊക്കെ. ഇവിടെ ഞങ്ങൾ ഫുൾ ക്ഷീണിച്ചിരിക്കുക. ആര്യനെ കാണാം, പ്രജിനെ കാണാം. ഇതാണ് അവിടുത്തെ സ്റ്റുഡിയോ. അടിപൊളിയല്ലേ? നമ്മുടെ കാലിക്കറ്റ് ഒമാൻ പി സ്കൂളിൻ്റെ ഒരു റെപ്ലിക്ക പോലെ തന്നെയാണ് തോന്നുന്നത്. അതാ ഞാൻ അവിടെ ഇരിക്കുന്നത്. എല്ലാവരും ക്ഷീണിച്ച ആ റൂമിൽ, ഓഫീസ് റൂമിൽ കിടക്കൊക്കെയാണ്. ഇനി ഞങ്ങൾ സോളമൻ മാസ്റ്റർ കൂടെ കളിക്കുകയാണ് അവിടെ. ഇത് നമ്മൾ ലഞ്ചിന് പോയ സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളെല്ലാവരും കൂടെ വെറുതെ റീലൊക്കെ ചെയ്ത്, ഞങ്ങൾ ലേഡീസ് മാത്രം, ജസ്റ്റ് ഫോർ ഫൺ. ഇറ്റ് വാസ് റിയലി ഫണ്ണി ആക്ച്വലി. അത് കഴിഞ്ഞതാണ് ഞങ്ങൾ തിരിച്ച് അന്ന് നൈറ്റ് തന്നെ എയർ ഇന്ത്യയിൽ വരുന്നത്. എയർ ഇന്ത്യയിൽ വന്ന സീനാണ് ഈ കാണുന്നത്. എയർ ഇന്ത്യയിൽ കയറാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു കേട്ടോ, അറിയാലോ. കമ്മൽ താഴെ വീണു. അതാ അതിൻ്റെ ഇടയിൽ ഐശ്വര്യൻ്റെ കമ്മലിൻ്റെ എന്തോ പേള് താഴെ വീണിട്ട് അത് തപ്പലായിരുന്നു എനിക്ക് പണി ലാസ്റ്റ്. സോ അങ്ങനെ ഞങ്ങൾ ഓഗസ്റ്റ് എൻഡ് ലൈക്ക് അറൗണ്ട് 27-28 പോയി. 31st മോർണിംഗ് തിരിച്ചെത്തി. അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് അങ്ങോട്ട് കഴിഞ്ഞു. പക്ഷെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് ആ വൈബും ട്രാവലിംഗ് ടൈമും എല്ലാവരുടെയും ഒരു ടുഗെദർനെസ്, കൂട്ടായ്മയെല്ലാം ഭയങ്കര രസമായിരുന്നു. നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എപ്പോഴാണ് നെക്സ്റ്റ് പോകാൻ പറ്റുക ഒന്നും അറിയില്ല. ബട്ട് ദിസ് ടൈം ഞങ്ങൾ ശരിക്കും ചെറിഷ് ചെയ്തു ഈച്ച് മൊമെൻറ്റ്. ഭയങ്കര രസം. ഒന്നുകൂടെ നമ്മളെല്ലാവരും ക്ലോസായി, ഒരുമിച്ച് വേറൊരു കൺട്രി പോയി താമസിച്ച് ഭയങ്കര ഒരു ക്ലോസ്നെസ് ഒന്നുകൂടെ കൂടി. ഞങ്ങൾക്ക് കുറേ വർഷമായിട്ട് പരസ്പരം അറിയെങ്കിലും എന്നാലും ആ ഒരു ബോണ്ട് നല്ല സ്ട്രോങ് ആയി. അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ഗോസ് കംപ്ലീറ്റ്ലി ടു പ്രജിൻ പ്രതാപ്. ഞാൻ പി എന്നാണ് വിളിക്കാറ്. സോ കംപ്ലീറ്റ് ക്രെഡിറ്റ് ഗോസ് ടു പി ആൻഡ് പി സ്കൂൾ കാലിക്കറ്റ്. So okay, hope you guys enjoyed. Thank you. Bye.